ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ എംബ്രോയിഡറി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ജസ്റ്റ് ഒരു പാറ്റേൺ കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ബേസിക്കലി അതിനെക്കുറിച്ചൊന്ന് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ തരാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ. ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാമ്പിളേഴ്സ് ഉണ്ട്. അതിൻ്റെ അപ്ലിക്കേറ്ററി ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഷികോ എന്ന് പറഞ്ഞിട്ടുള്ള എംബ്രോയിഡറി ട്രഡീഷനാണ്. അത് 500 ഇയേഴ്സ് ഓൾഡ് ട്രഡീഷനാണ് കേട്ടോ. ജപ്പാനിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ട്രഡീഷനാണ്. അപ്പോൾ ഇത് ഭയങ്കര ലെഗസി ആയിട്ട് അവരുടെ ഒരു ലെഗസി ആയിട്ടുള്ളൊരു ട്രഡീഷനാണ്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ബേസിക്കലി നമ്മുടെ എംബ്രോയിഡറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. നമുക്കറിയാം അത് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടും നമുക്ക് അതിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് വേറെ ഉണ്ട്. കാന്ത എംബ്രോയിഡറി അത് അഗെയിൻ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പോൾ ഇതുപോലെ ജപ്പാനിൽ ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള എംബ്രോയിഡറിയാണ് സഷികോ. അത് സഷികോ എന്ന് തന്നെയാണ് ഒരു ജാപ്പനീസ് ഒരു സഷികോ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ജാപ്പനീസിൽ എഴുതിയിട്ടുള്ളത് എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. സഷികോ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു എംബ്രോയിഡറി ചാനലുണ്ട് കേട്ടോ. അതല്ലാതെയും തന്നെ ഫോറിനേഴ്സിൻ്റെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചാനൽസ് കണ്ടിട്ടാണ് അതിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഷികോ ആദ്യം ഇത് ജപ്പാനിൽ ഇത് യൂസ് ചെയ്തിരുന്നത് നമ്മുടെ തുണികളെ കുറേ നാൾ യൂസ് ചെയ്ത തുണികൾ പഴയതാവുമ്പോൾ അതിനൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ റഗ്സ് ഉണ്ടാവില്ല, ചെറിയ ചെറിയ പീസസ് ഉണ്ടാവില്ല, അതൊക്കെ കൂട്ടിച്ചേർത്ത് കുറേ നാളും കൂടി യൂസ് ചെയ്യുക. അതായത് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയില്ലേ നമ്മൾ, ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തിരുന്ന ഒരു എംബ്രോയിഡറി ടെക്നിക്കാണ്. ട്രഡീഷണൽ ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഗോ ബ്ലൂ കളറിൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു പോവുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ പല തരത്തിലുള്ള ജോമെട്രിക് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അധികം കണ്ടിട്ടുള്ളത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ. ഇപ്പോൾ അത് ഇവോൾവ് ചെയ്ത് വന്ന് മോഡേൺ സഷികോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഏത് കളറും ഏത് തുണിയിലും ഏത് കളർ ത്രെഡ് വെച്ചിട്ടും യൂസ് ചെയ്യുക, അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ട്രഡീഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരും, നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റും, അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് ഇപ്പോൾ സഷികോ എംബ്രോയിഡറി എല്ലാ കളേഴ്സിലും ഒക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷേ അത് ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇൻഡിഗോ ബ്ലൂ ഫാബ്രിക്കിൽ വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ജോമെട്രിക് പാറ്റേൺസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്ന ഒരു എംബ്രോയിഡറി ട്രഡീഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ച് സൈഡിൽ ഞാൻ റെഫറൻസും പിക്ചേഴ്സൊക്കെ കാണിക്കാം കേട്ടോ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, കൈൻഡ് ഓഫ് ഒരു മെഡിറ്റേറ്റിംഗ് ഫീലാണ് നമുക്ക് കിട്ടുക. നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സസിനേക്കാൾ, ഇപ്പോൾ ഡ്രസ്സിലും ഒക്കെ ചെയ്ത് വരുന്നുണ്ട്, ഡ്രസ്സസിനേക്കാൾ ക്വിൽറ്റിൽ, കുഷൻ കവർ, ബാഗ്സ്, പൗച്ചസ്, അങ്ങനെ കട്ടിയുള്ള തുണികൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിലൊക്കെ കൂടുതൽ കാണാറുണ്ട് കേട്ടോ. ഇന്നതിൽ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയില്ല. ഏതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, കംപ്ലീറ്റ്ലി നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു എംബ്രോയിഡറി ട്രഡീഷൻ ഉണ്ട്. അതിൽ പലതരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റെൻസിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ സഷികോ ചെയ്യാൻ വേണ്ടിയിട്ട് സഷികോ എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഡ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ കോട്ടൺ ത്രെഡോ ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ എന്ത് ത്രെഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ സഷികോ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ത്രെഡ് ഉണ്ട്. സഷികോ നീഡിലുണ്ട്. നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് ചെയ്യാം. ആ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനും ചെയ്തത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് മാത്രം. പിന്നെ ഈ സഷികോ ചെയ്യുമ്പോൾ ഒരു കയ്യിൽ നിങ്ങൾ ചിലപ്പോൾ എംബ്രോയിഡറി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഫോറിനേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരുടെ കാണുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു റിങ് പോലൊരു സംഗതി ഇടുന്നത് ഇവിടെ ഇടുന്നതുണ്ട്. പിന്നെ ഈ 5 വിരലിലും ഇടാൻ പറ്റുന്ന തിമ്പിൾന്ന് എന്തോ ആണ് അതിന് പറയുക, മോതിരം പോലെ ഇങ്ങനെ ഇടുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ സൂചി ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് വെച്ചാൽ നമ്മുടെ കൈ ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പറയുക, അത് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള തുണിയിലുമാണ് യൂഷ്വലി അത് അവർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്.
അല്ലെങ്കിൽ തന്നെ ഒരു തുണി ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് 2 ലെയറായിട്ട് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ വർക്ക് സഷീക്കോ എംബ്രോയിഡറി ആർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ റെഗുലറായിട്ട് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തിമ്പിൾ എന്തുവാണ് പേര്, ഞാൻ കറക്റ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ, സൈഡിൽ ഞാൻ കൊടുക്കാം. എന്താണ്, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്, പല റേറ്റിലുണ്ട്. ഒരു റിംഗ് കൈൻഡ് ഓഫ് സംഗതിയാണത്. അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാമ്പിളേഴ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സാമ്പിളറാണ് സഷീക്കോ എംബ്രോയിഡറിയുടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മളിങ്ങനെ സ്പൈറൽ പാറ്റേൺ വെറുതെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഇതാണ്. നമുക്ക് കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുകയോ പ്രോ സർക്കിൾ വെച്ചിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാച്ചസ് ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാതെ ഇതൊരു സഷിക്കോ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ചാണ്. ഞാനത് ജസ്റ്റ് ഒരു പൗച്ച് ചെയ്തിട്ട് അതിൻ്റെ മീതെ ഈ സഷിക്കോടെ അത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇങ്ങനെ ലൈനായിട്ട് ഫോം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ട്രയാങ്കിൾസ് ഉണ്ട്, സർക്കിൾസ് ഉണ്ട്, സ്ലാൻഡിങ് ലൈൻസ് ഉണ്ട്, ക്രോസ് ഉണ്ട്. ഇങ്ങനെ ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു എംബ്രോയിഡറി കൾച്ചറാണ് കേട്ടോ. അപ്പോൾ വേറൊരു പാറ്റേൺ, നല്ല രസമായിട്ടുള്ളൊരു ഇത് പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പാറ്റേൺ ഉണ്ട്, ഒരുപാട് പാറ്റേൺസ് കാണാം കേട്ടോ. ഇത് ഒരു രസമായിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഞാനിത് ഇതുപോലൊരു പാച്ച് ചെയ്തതിന് ശേഷം ഇതൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ടോട്ട് ബാഗൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു ടോട്ട് ബാഗ് അല്ല, ഒരു ചെറിയൊരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പലതരത്തിലുള്ള പാറ്റേൺസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ചെയ്തിങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുള്ളൊരു സംഗതി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ക്രോസ് ഇതൊരു സഷിക്കോയുടെ പാറ്റേൺ ആണ്. പിന്നെ പല രീതിയിലുള്ള പാറ്റേൺസ് ഉണ്ട്. ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം എടുക്കും. നമ്മൾ സമാധാനം പോലെ ഇങ്ങനെ ഒരു റിലാക്സിങ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഞാൻ സൈഡിൽ റെഫറൻസസ് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, ഇതുപോലെ ടോട്ട് ബാഗ്, പൗച്ചസ്, കുഷ്യൻ കവറ് ഒക്കെ നല്ല ഭംഗിയായിട്ട്. ഇതിനിപ്പോൾ ഒരുപാട് സ്റ്റിച്ചസ് അറിയേണ്ട കാര്യമില്ല. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഒരു നല്ല എംബ്രോയിഡറി ട്രഡീഷനാണ് കേട്ടോ. നമുക്കിനി പറഞ്ഞ വീഡിയോസിൽ സഷിക്കോൻ്റെ ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ പാറ്റേൺസ് നമുക്ക് ഡിസ്കസ് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, വീഡിയോയിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ അങ്ങനെ ആരും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ്, ഇതുപോലത്തെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എംബ്രോയിഡറി അല്ലെങ്കിൽ ഡ്രസ് ഡിസൈനിങ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് പാറ്റേൺ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ, വേറൊരു ഹാൻഡ് ബാഗും കൂടെ ഞാൻ ആക്ച്വലി ടോട്ട് ബാഗ് ചെയ്ത് തുടങ്ങി. സഷിക്കോയുടെ ഒരു വേരിയൻ്റാണ്, പക്ഷേ ഇതിൽ ഞാൻ വെറുതെ ഇവിടെ ഡേസി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടോ. ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സാധനം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ സഷിക്കോ ഡിസൈനാണ് കേട്ടോ. പല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ജോമെട്രിക് പാറ്റേൺസും പല രീതിയിൽ റണ്ണിങ് സ്റ്റിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊരു ടോട്ട് ബാഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോയുടെ ക്ലിപ്പിങ്സ് കണ്ടോളൂ. താങ്ക് യു. ഞാൻ നേരത്തെ കാണിച്ച ആ ടോട്ട് ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോയിങ് പാർട്ടാണ് കേട്ടോ ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇത് വീഡിയോ എടുക്കണമെന്ന് ഓർത്തിരുന്നു, പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്രോയിങ് പാർട്ട് മാത്രം വെറുതെ വേഗം ഒന്ന് കാണിക്കുകയാണ്. കോമ്പസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സർക്കിൾസ് വരയ്ക്കുന്നത്. നമ്മുടെ നോർമൽ കോമ്പസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് വലിയ മെനക്കെടാം. ഇത് എൻജിനീയേഴ്സ് കോമ്പസ് ആണ്, പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈയുടെ ഒരു ഡിസൈൻ മുന്നേ ഞാൻ ഈ റെഫറൻസസ് പിൻട്രസ്റ്റ് എന്നുള്ളത് ഇങ്ങനെ സൈഡിൽ കാണിച്ചു പോയപ്പോൾ ഈ ഒരെണ്ണം കണ്ടിട്ടുണ്ടാവും ലാസ്റ്റിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ഡിസൈനായിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. ഈ സർക്കിൾ ഡിസൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ലീഫ് പാറ്റേണും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടല്ല ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ രീതിയിൽ എങ്ങനെയാണെങ്കിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ ആദ്യം നമുക്ക് ഗ്രാഫ് ബുക്ക് കിട്ടുമല്ലോ. അപ്പോൾ വലിയ ഗ്രാഫ് ബുക്ക് കിട്ടും, ചെറിയ നോട്ട് ബുക്ക് അല്ലാതെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡിസൈൻ വരച്ചിട്ട് പിന്നെ കാർബൺ പേപ്പർ വെച്ച് ട്രേസിങ് മെത്തേഡ് വഴി നമ്മൾ തുന്നാൻ എടുക്കുന്ന സംഗതി എന്താണോ അതിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഗ്രിഡ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെയാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഈ ബാഗ് ഞാൻ കാണിച്ചിരുന്നു. ആ ലേസി അവോയ്ഡ് ചെയ്താൽ അത് കറക്റ്റ് പാറ്റേൺ ആണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഞാനത് ഏട്ടൻ്റെ ഷർട്ടിൽ, പഴയൊരു ഡെനിം ഷർട്ടാണത്, അതിൽ ഞാൻ ട്രയാങ്കിൾസ് വരച്ച് വെച്ചിരിക്കുകയാണ് ബാക്ക് പോർഷനിൽ. വാട്ടർ എറേസബിൾ പെൻ വെച്ചിട്ടാണ് കേട്ടോ അതിൽ വരച്ചിട്ടുള്ളത്. പിന്നെ അത് ചെയ്തെടുത്തു. അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ക്ലിപ്പാണിത്, വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പറഞ്ഞാൽ ലൈവായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനൊരു ബ്ലാക്ക് കളറ് കട്ടിയുള്ള തുണിയാണ് കേട്ടോ. അത് കട്ടിയുള്ളത് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാനതൊരു കോസ്റ്ററൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഭാഗത്തിനാണ് ഇപ്പോൾ ഒരു കട്ടിയുള്ള തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ് ഷീറ്റിൽ ഡിസൈൻ വരച്ചിട്ട് അത് ട്രേസ് ചെയ്യാം. ഞാൻ നേരെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ചെറിയ ഗ്രിഡ്സ് വരയ്ക്കാം. അത് 1 സെൻറ്റിമീറ്ററിൻ്റെയോ ഒരു എന്താണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം പോലെ, നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഗ്രിഡ് ലൈൻസ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെ 4 സ്ക്വയർ കണക്കാക്കിയിട്ട് ഇങ്ങനെ ഇൻറ്റു വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു വേവ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഒരു സൈഡിലേക്ക് മാത്രമേ ഞാൻ ആ വേവ് വരയ്ക്കുന്നുള്ളൂ. 2 സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ അത് എന്താണ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലോട്ട് വരും. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഡ്രോയിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബാലൻസ് സൈഡിൽ ക്ലോത്തിൽ സ്പേസ് കാണാം. അത് നമുക്ക് ലാസ്റ്റ് ട്രിം ചെയ്ത് കളയാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഷീറ്റ് എങ്ങനെയാണോ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫ് ഷീറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് പകർത്തുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. നമുക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ട്രിം ചെയ്ത് എടുക്കാം. ഇപ്പോൾ സഷിക്കോ ചെയ്യാനായിട്ട് എപ്പോഴും ലെങ്തി ആയിട്ടുള്ള തിന്നായിട്ടുള്ള നീഡിൽ എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നീഡിലിന് കുറച്ച് കനം കൂടുതലാണ്, പക്ഷേ ലെങ്ത് ഉണ്ട്. പിന്നെ ഇതൊരു കട്ടിയുള്ള തുണിയും കൂടി ആയതുകൊണ്ട് ശരിക്കും തിന്നായിട്ടുള്ള നീഡിലെടുത്താലാണ് ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോകാനായിട്ട് എളുപ്പം കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടിട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആ ഫസ്റ്റ് ഗ്രിഡ് ലൈൻസ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. കെട്ടിടാതെ ചെയ്യുന്നതാണ് ട്രഡീഷണൽ മെത്തേഡ് കേട്ടോ. മോഡേൺ സഷിക്കോയിൽ വരുമ്പോൾ നമ്മൾ കെട്ടിട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മോഡേൺ സഷിക്കോയുടെ മെത്തേഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ് ഡിസൈനിങ്. മറ്റത് കെട്ടിടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ റഫ് യൂസിന് പറ്റില്ലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. കെട്ടിടുകയാണ് കുറച്ചും കൂടി സേഫർ സൈഡ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ക്രോസ് ചെയ്ത് ചെയ്യാതെയും മാക്സിമം ബാക്ക് സൈഡ് നീറ്റായിട്ട് വരുന്ന പോലെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അക്സെപ്റ്റൻസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻ ഡെപ്തിലേക്കുള്ള വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് ഡിഫറൻസ് മോഡേൺ സഷിക്കോയും ട്രഡീഷണൽ സഷിക്കോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കെട്ടിട്ടിട്ടും കെട്ടിടാതെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ കാണിക്കണമെന്നുണ്ട്. ഇതിൻ്റെ ഒരു റെസ്പോൺസ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാമെന്നുള്ള രീതിക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനതാ ഫസ്റ്റത്തെ ഗ്രിഡ് ലൈൻസ് ഞാൻ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവ് പാറ്റേൺ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു കളർ ത്രെഡ് എടുക്കുകയാണ് കേട്ടോ. യെല്ലോ കളർ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ്. അതിലോട്ട് യെല്ലോ കളർ എടുക്കുന്നുണ്ട്. 3 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ഞാൻ ത്രെഡ് എടുക്കുന്നത്. ആ ഒരു തിക്നെസ്സാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. 6 സ്ട്രാൻഡ്സ് വേണ്ട. പിന്നെ നിങ്ങളുടെ അടുത്ത് എംബ്രോയിഡറി ത്രെഡ് ഇല്ല നിൽക്കൂ, എന്നാൽ മെഷീൻ ത്രെഡ് ഉണ്ടെങ്കിൽ, നോർമലി നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് ഉണ്ടെങ്കിൽ അതൊരു 4 സ്ട്രാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് മെഷീൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ഏതെങ്കിലും റഫായിട്ടുള്ള ഒരു ക്ലോത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വേവ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യാൻ ഏറ്റവും സൗകര്യം. ഹൂപ്പിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഹൂപ്പിൽ വെച്ചിട്ട് ചെയ്യണത് കുറേ ടൈം എടുക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ ക്ലോത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കുറേ സ്റ്റിച്ചസ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യണതാണ് കൂടുതൽ സൗകര്യം കേട്ടോ. ഒന്ന് വലിയാതെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫിനിഷ് ചെയ്യാണ്. ഈ ഒരു ലൈൻ ലാസ്റ്റ് ലൈനായി ഫിനിഷ് ചെയ്യാണ്. ബാക്കിൽ
മാക്സിമം കെട്ടുകൾ കുറയുന്ന രീതിയിൽ, പിന്നെ നൂല് വലിക്കാതെ ബാക്ക് സൈഡിൽ വലിക്കാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി എന്നല്ല, വേറെ ഏതാണെങ്കിലും താഴെ കൂടെ നൂലധികം വലിക്കാതെ ചെയ്യണതാണ് അതിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ടാവാനായിട്ടും നല്ലത്. അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ടും നല്ലത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ എൻ്റെ ഒരു ടിക്കോസ്റ്റർ പോലത്തെ ഒരു സംഗതി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബുക്ക് മാർക്കർ അങ്ങനെ പലതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് സഷിക്കോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. താങ്ക്